ഹായ് എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു മൈ എക്സ് മൈ യൂട്യൂബ് ചാനൽ. സോ നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിസിലോട്ട് പെട്ടെന്ന് പോയി നോക്കാം. അതിന് മുന്നേ എന്താണെന്ന് മാർക്കറ്റിൽ നടന്നത് അതും കാര്യം ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് പോകാം മാർക്കറ്റിലോട്ട്. ആൻഡ് ഇന്ന് നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പിലും ട്രേഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനിന്ന് നിഫ്റ്റി ഒരു റിക്കവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ആ റിക്കവർ പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ നിഫ്റ്റിയിൽ എൻ്റെ എക്സ്പെക്റ്റേഷൻ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഇന്ന് എനിക്ക് വരായിരുന്നതുകൊണ്ട് ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിഫ്റ്റി കണ്ടിന്യൂസ് ഫാൾ ചെയ്ത് പോവുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിലും നോർമലി ഒരു ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ് ഉണ്ടാക്കി നിഫ്റ്റി ഫാൾ ചെയ്തു. ഇന്നലെ ഞാൻ ഈ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു 1 hourൽ. നിങ്ങൾക്ക് അറിയായിരിക്കും, ഇന്നലെ വീഡിയോ കണ്ടവർക്ക് ഈ ട്രെൻഡ് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു 1 hourൽ. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി ഫർദർ ഫാൾ വരും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഒരു 100 points താഴോട്ട് നിന്ന് വീണു. ഓക്കെ, സോ ഇപ്പം കറൻ്റ്ലി മാർക്കറ്റിൽ നിൽക്കുന്നത് ഒരു മേജറായിട്ടുള്ള ഒരു ഒരു സപ്പോർട്ട് സോണിലാണ്. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 13 മെയ് ഇവിടെ നിന്നാണ് ഹ്യൂജ് മൊമെൻറ്റം മുകളിലോട്ട് വന്നത്. ആൻഡ് 18 മെയ്ക്കും ഇവിടെ നിന്ന് മൊമെൻറ്റം മുകളിലോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഏരിയ തന്നെ 20 മെയ്ക്കും ഒരു മൊമെൻറ്റം മുകളിലോട്ട് വന്നിട്ടുണ്ട്. സോ ആ ഒരു സോണിലാണ് മാർക്കറ്റ് വീണ്ടും നിൽക്കുന്നത്. സോ ഇത് ഒരു ബയ്യർ ഇൻട്രസ്റ്റിംഗ് സോണാണ്. ഇതൊരു ബയ്യറിന് ഇൻട്രസ്റ്റ് ഉള്ളൊരു സോണാണ്. ഈ ഒരു ഏരിയ ഇത്രയും ബയ്യറിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു സോണാണ്, അതായത് ഡിമാൻഡ് സോൺ എന്ന് പറയും. ഓക്കെ, സോ നാളെ ഈ ഒരു ഏരിയ ഇവർ ഓർഡർ ബ്ലോക്കും മാർക്കറ്റിനുണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് നിന്നാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറിയത്. ഓക്കെ, സോ ഈ ഒരു ഏരിയ മാർക്കറ്റ് നാളെ റിക്കവർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബൈ ട്രേഡ് നോക്കാം. കാരണം ഓൾറെഡി മാർക്കറ്റ് ഓവർ സോൾഡ് ആണ്. സോ മാർക്കറ്റ് എന്തായാലും ഒരു റിക്കവറിക്ക് ശേഷമേ മാർക്കറ്റ് ഇനി താഴോട്ട് വീഴാൻ ചാൻസ് ഉള്ളൂ. മാർക്കറ്റ് ഇവിടെ നിന്ന് റിക്കവർ ചെയ്യാൻ ചാൻസ് ഉണ്ട്, കാരണം മാർക്കറ്റ് അത്രയും ഓവർ സോൾഡ് ആണ്. സോ മാർക്കറ്റ് മേ ബി പോസിബിലിറ്റി ഉണ്ട് റിക്കവറിക്ക്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ ഒരു ചെറിയ അപ്സൈഡ് ട്രേഡ് ഉണ്ടാവും. അത് നമുക്ക് നോക്കിയിട്ട് മാത്രം ചെയ്യാം. കൺഫേം ചെയ്ത് വെയിറ്റ് ആൻഡ് വാച്ച് ആണ് മാർക്കറ്റിൽ. ഇപ്പോൾ മാർക്കറ്റിൽ നോർമൽ ഒരു ട്രെൻഡിങ് മാർക്കറ്റ് പോലെ നമുക്ക് കയറി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂജ് ലോസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് ഡയറക്ഷൻ കൺഫേം ചെയ്യുക, എന്നിട്ട് ട്രേഡ് ചെയ്യുക. സോ നാളെ മാർക്കറ്റ് ഈ ഒരു ഏരിയ, ഈ ഒരു 23,300 എന്ന് പറയുന്ന ഈ ഒരു സോൺ ഇത്രയും ഏകദേശം ഇത് ഇവിടെ മുതൽ ഇവിടെ വരെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സോൺ ഞാൻ പറഞ്ഞത്. ഈ സോണൊന്നും മാർക്കറ്റ് നാളെ ഒരു പോസിറ്റീവ്നെസ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 24,500 വരെ മുകളിലോട്ട് ഒരു ട്രേഡ് ചെയ്യാം. ഓക്കെ, അത് കൺഫേം ആയിട്ട് മാത്രം. അതല്ല കണ്ടിന്യൂസ് നാളെ മുതലും മാർക്കറ്റ് ഫാൾ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് സെൽ ഓൺ ദ റൈസ് നോക്കാം. സെൽ ഓൺ ദ റൈസ് എങ്ങനെ നോക്കേണ്ടത് വെച്ചാൽ ഇവിടെ രണ്ട് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓർഡർ ബ്ലോക്കല്ല, FEGs ഉണ്ട്. ഇവിടെ 2 FEGs നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ ഒരു FEG ഉണ്ട് ആൻഡ് ഇവിടെ ഒരു FEG ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് രാവിലെ മാർക്കറ്റ് ഈ FEG എടുക്കാൻ വേണ്ടി മുകളിലോട്ട് കയറിയ പോലെ ഇവിടെ ഒരു FEG ഉണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് ക്യാൻഡിൽ പോയി ഫില്ല് ചെയ്തത്. അപ്പം നാളെ രാവിലെ മാർക്കറ്റ് മുകളിലോട്ട് ഒന്ന് റൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് വീണ്ടും മാർക്കറ്റിനെ സെല്ല് ചെയ്യാം. കാരണം നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് കുറച്ച് മുകളിലാണ് നിഫ്റ്റിയെ കാട്ടി. സോ ചെറിയൊരു മൈനർ ഫ്ലാറ്റ് ഓപ്പണിങ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ തന്നെ നോക്കിയാൽ മതി. കാരണം മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് ഇവിടുന്ന് സെല്ല് ചെയ്യുക. അതല്ല മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിങ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പുഷ് ചെയ്യണമെങ്കിൽ നമുക്ക് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. അതല്ല ഫസ്റ്റ് മാർക്കറ്റ് മുകളിലോട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് താഴോട്ട് വരുന്നതെങ്കിൽ നമുക്ക് സെൽ ഓൺ ദ റൈസ്. മാർക്കറ്റ് ഈ ഏരിയ തന്നെ ഓപ്പൺ ചെയ്ത് ഗ്യാപ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ബൈ ഓൺ ദ ഡിപ്പ്. സെൽ ഓൺ ദ റൈസ്, ബൈ ഓൺ ദ ഡിപ്പ്. ഈ രണ്ട് പ്ലാനാണ് നാളെ ഉള്ളത്. ഫ്ലാറ്റ് ഓപ്പണിങ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ സെല് ചെയ്യാൻ നിൽക്കരുത്, ബൈ ഓൺ ദ ഡിപ്പ് നോക്കാം നമുക്ക്. കാരണം ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് ചെറിയൊരു 30-40 പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്യാൻ നോക്കാം. ഇന്നത്തെ മൂലം ഫസ്റ്റ് ക്യാൻഡിൽ മുകളിലോട്ടാണെങ്കിലും മുകളിൽ നമുക്ക് സെല്ല് ചെയ്യാം. സോ ഇതാണ് നാളത്തെ ട്രേഡിംഗ് പ്ലാനിൻ്റെ. താഴോട്ടുള്ള ടാർഗറ്റ് 23,267 ആൻഡ് 23,155. ഇതാണ് താഴത്തെ ടാർഗറ്റ്സ്. ഓക്കെ, ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചാനൽ താങ്ക് യു. ബൈ, ഗുഡ് നൈറ്റ്.